ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വീണ്ടും നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ടിമു ഹോൾ വീഡിയോ ആണ്. ഞാൻ ഇന്നലെ കുറച്ച് ഡ്രസ്സൊക്കെ ടിമുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, ടിമുവിൽ ഏകദേശം 14 ദിവസത്തോളമാണ് നമ്മളുടെ ഡെലിവറി ടൈം. അതായത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് 14 ദിവസമൊക്കെ എടുക്കും എന്തായാലും നമ്മളെ കയ്യിൽ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 15-16 ദിവസം മുന്നേ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കിട്ടിയതിൽ 5 സാധനം ഞാൻ റിട്ടേൺ അയക്കുകയും ചെയ്തു കേട്ടോ. കാരണം എനിക്ക് സൈസിൽ ചെറിയ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അത് നമ്മൾ റിട്ടേൺ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെയൊക്കെ വലിയ സൈസ് വീണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കയ്യിൽ കിട്ടുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസും പിന്നെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തും കൂടി ഇത് ഷെയർ ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ, ഏതിൻ്റെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം സൈഡിൽ കൊടുക്കാം, പ്രൈസും സൈഡിൽ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് ഡ്രസ്സിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോട്ട് സെറ്റാണ്. സോ ഇതാണ് കോട്ട് സെറ്റ്. ഇതിൻ്റെ പാൻറ് ഉണ്ട്. ഓക്കെ, ഒരു ബ്ലൂ കളറാണ്. എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡാർക്ക് കളേഴ്സിൽ എനിക്കിഷ്ടം ബ്ലൂ, റെഡ്, പിന്നെ അതേപോലെ ബ്ലാക്ക്. ഈ 3 കളറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ടോപ്പും അതേപോലെ പാൻറ്റും അടിപൊളിയാണ്. ഭയങ്കര നല്ല ക്ലോത്താണ്. ഇതിൻ്റെ ക്ലോത്ത് ഏതാണെന്നുള്ളത് ഞാൻ മറന്നുപോയി, താഴ്ത്ത് കൊടുക്കാം കേട്ടോ ക്ലോത്ത് ഏതാണെന്നുള്ളത്. പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടി. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചില ആൾക്കാർ കോട്ട് സെറ്റൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തത് എല്ലാണ് കേട്ടോ. എനിക്ക് പറ്റുന്നത് എൽ സൈസാണ്. ഇത് കറക്റ്റാണ്, പെർഫെക്റ്റ് ഫിറ്റാണ്. എനിക്ക് ഒന്നും ചെയ്യാനില്ല ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ കൂടെ പാൻറ്റും സെയിം കളറിലുള്ള പാൻറ്റും ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കാം. സെക്കൻഡ് എൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതാണ് ടോപ്പ്. ഇതിൻ്റെ ഷെയ്ഡ് എന്താ പറയുക, ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിലൊരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ടോപ്പ് വന്നിട്ട്. ഇതിൻ്റെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. അങ്ങനെ കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എനിക്കിങ്ങനെ ഫുൾ സ്ലീവ് ഉള്ള ടോപ്സ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഫുൾ സ്ലീവ് ഒക്കെ ഉള്ള ടോപ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ജീൻസിന് ഇടാൻ പറ്റിയ ഈ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോളർ വരുന്നത് ഇങ്ങനെ ഒരു വി കോളറാണ്, ഒരു ക്ലോസ്ഡ് കോളറാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഇതും അടിപൊളിയായിട്ടുള്ളതാണ്. ഇതൊരു കോട്ടൺ ആണെന്ന് തോന്നുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നോക്കാറുള്ളത് കംഫർട്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനാണ് ഇപ്പം ഇഷ്ടം കേട്ടോ. ലൈക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളാണ് എനിക്കിപ്പോൾ ഇഷ്ടം. എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഞാൻ ഓഫീസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മിഡി ആയിരുന്നു മേടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ ഈ മിഡീൻ്റെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ലെങ്ത്താണ്. കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലെങ്ത്താണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് മിഡി ഇട്ട ഒരു ലുക്കാണ്. പക്ഷേ ഇത് റിട്ടേൺ ചെയ്തില്ല, കാരണം എനിക്ക് ബാക്കിയെല്ലാം കറക്റ്റാണ്. ചെറിയൊരു ലൂസ് ഉണ്ട് ഇവിടെ, എന്നാലും എനിക്ക് ഓക്കെ ആണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റിട്ടേൺ ചെയ്യണം, നമുക്ക് താഴത്ത് മാത്രം കട്ട് ചെയ്തിട്ട് അടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നോർമലി എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് ഒരു സൈസ് വലുതായിരിക്കും. അതായത് ഇപ്പം ഞാൻ നോർമലി ഇടുന്നത് എൽ സൈസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു XL ആണ് മേടിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾട്ടർ ചെയ്താൽ ഓക്കെയാണ്, പക്ഷേ എനിക്ക് ടൈറ്റായ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സൈസിലും ഒരു സൈസ് വലുതായിരിക്കും എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്തതാണ്. പക്ഷേ ഇത് ചെറുതായിട്ടൊന്നും പാളിപ്പോയിട്ടു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് എനിക്ക് കട്ട് ചെയ്യണം എന്നുണ്ട്. സോ ഇത് കട്ട് ചെയ്താൽ പെർഫെക്റ്റാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പ്ലെയിൻ ടോപ്പല്ല, ഇതൊരു ഫ്രോക്കാണ്. ആക്ച്വലി നമ്മളെ നീ സൈസ് വരെ വരുന്നൊരു ഫ്രോക്കാണ്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു എന്താ പറയുക ബ്ലൂ കളറിലുള്ള ഫ്രോക്കിൻ്റെ സെയിം ഏകദേശം അതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത് ക്ലോത്ത് വന്നിട്ട് ഹക്കോബ മെറ്റീരിയലാണ്. ഇതല്ല കേട്ടോ, ഇത് സാധാ ഒരു ടോപ്പ്. ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് ഞാൻ മറന്നു, താഴത്ത് കൊടുക്കാം കേട്ടോ മെറ്റീരിയൽ ഏതാണെന്ന്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പ്ലെയിൻ ബ്ലാക്ക് ടോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രോക്കുകൾ പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രോക്കുകളാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിഡീൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഇതും കുറച്ചൊരു വലിയ സൈസാണ്, ബട്ട് എനിക്കിത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓൾട്ടറിങ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സുകളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ് എന്ന് പറയുന്നത്. പിന്നെ ഓട്ടായിട്ട് വെച്ചൊരു സാധനമാണ് ഈ അടുത്ത മേടിച്ചത്. ഇതാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് കാർട്ടിൽ ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഫ്രോക്കുകൾ ഭയങ്കര ഇഷ്ടം. അതായത് നമ്മൾ പറയില്ലേ കുറച്ചൊരു ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന അങ്ങനത്തെ ലൂസ് ഫിറ്റ് ടോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ ഇത്. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതെനിക്ക് ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യാൻ ഷേപ്പ് ഓൾട്ടർ ചെയ്യാനല്ല, ലെങ്ത്ത് കുറച്ചൊന്നും എനിക്ക് കട്ട് ചെയ്ത് മുകളിലേക്ക് ആക്കണം എന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത്ത്, ഒരു 3/4 ലെങ്ത്തിൽ കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് 3/4 കുറച്ചും കൂടി നീളം കൂടുതലായതുകൊണ്ട് താഴത്തൊന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇതിന് പോക്കറ്റ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. പോക്കറ്റ് 2 സൈഡിലും വരുന്നുണ്ട്. നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് പെർഫെക്റ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലും എന്ത് സുഖമാണെന്ന് അറിയാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് ഇടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് ഇത്. കാണുന്നുണ്ടോ? ഫോട്ടോ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. ചാർലി മൂവിയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതാണ് ടോപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയാണ് വരും. അപ്പോൾ ഇതൊരു കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഇന്നറൊക്കെ ഇട്ടിട്ട് വേണം സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ലെങ്ത്ത് കൈക്ക് കുറച്ച് കൂടുതലാണ്, ഷോൾഡർ കുറച്ച് ഇറങ്ങിയിട്ടാണ് എനിക്കുള്ളത് കേട്ടോ. പക്ഷെ അത് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ബോഡിയൊക്കെ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഞാൻ വെച്ചു കൈ വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാമല്ലോ, ഇത്ര കട്ട് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷൻ അങ്ങനെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചപ്പലും ഒരു ഷൂവുമാണ്. എനിക്കിങ്ങനത്തെ ഗോൾഡൻ ഷെയ്ഡിലുള്ള ഷൂസ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും ഹീൽസ് ഉള്ളതാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് കുറച്ച് ഹീൽസ് ഉള്ളിടുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഹീൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഗോൾഡൻ കളറുള്ള. കുറേ കാലമായിട്ട് നോക്കി വെക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഗോൾഡൻ കളറിലുള്ളത് മേടിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള മേടിച്ചു. അടിപൊളി കംഫർട്ടബിൾ ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ ഇത് കുറച്ചൊരു വെയിറ്റ് കൂടിയ ടൈപ്പായിരിക്കും, പ്രത്യേകിച്ച് ഹൈ ഹീൽസ് ഉള്ളതാകുമ്പോൾ കുറച്ചൊരു വെയിറ്റ് കൂടിയതായിരിക്കും. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടാനും തുടങ്ങിയത്. ആൻഡ് സെക്കൻഡ് വൺ ഈ ഒരു ചപ്പലാണ്. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായ ചപ്പലാണ്. ഇതും കുറച്ചൊരു ഹീൽസ് ഉള്ളതാണ്. ഇതൊരു നോർമലായിട്ടുള്ളൊരു ചപ്പലാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി ഓക്കെ ആണ്. നമുക്കിങ്ങനെ സാധാരണ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ചപ്പലാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലിങ്ക് ഒക്കെ ഞാൻ താഴത്ത് കൊടുക്കാം. ബൈ.